കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീ എന്നോട് കൂടെ ഇരുന്നപ്പോൾ കേട്ട ആ ഒരു സാക്ഷികളെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ സമർത്ഥരായ ആൾക്കാരെ നീ നിയമിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സുവിശേഷകന്മാരെ ഉണ്ടാക്കണമെന്നാണ്. പ്രിയ ദൈവമക്കളെ, ഈ ലോകമെമ്പാടും സുവിശേഷം അറിയപ്പെടുമ്പോൾ, കർത്താവിനെക്കുറിച്ച് അറിയിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ 2-ാം വരവ് ഇരിക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ അങ്ങനെ അറിയിക്കണമെങ്കിൽ അറിഞ്ഞ നാം മിണ്ടാതിരുന്നാൽ നിർബന്ധമായിട്ടും അതൊരു ലോകത്തിൽ സുവിശേഷീകരണം നടക്കത്തില്ല. അപ്പോൾ ഞാൻ കേട്ട സാക്ഷ്യം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചത് ഞാൻ മറ്റവരോട് പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ പറയുമ്പോൾ അതിൽ സമർത്ഥരായ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് ലോകമെമ്പാടും പറയുവാൻ അവരെ പറഞ്ഞയക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മിഷണറി ജീവിതത്തിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ തിമോഥെയോസിനോട് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവവചനം, ദൈവത്തെക്കുറിച്ച് കുറേ അറിയാമെങ്കിൽ നാം നമ്മുടെ മക്കളോട്, ചുറ്റുപാടുള്ളവരോട്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരോട് ആ ഒരു അത്ഭുതങ്ങളെയും പറ്റി പറഞ്ഞിട്ട് അവരോട് നാം പറയണം. നിങ്ങൾ അറിഞ്ഞതിനെ, നിങ്ങൾ കേട്ടതിനെ നിങ്ങൾ കാണുന്നവരോട് നിങ്ങൾ പറയണമെന്ന് നാം പറയണം. അതൊരു സുവിശേഷീകരണമാണ്. ചിലപ്പോൾ നമുക്ക് ബസ് കയറി ദൂര സ്ഥലങ്ങൾ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റത്തില്ല. നാം ഇരിക്കുന്ന സ്ഥലത്തിൽ തന്നെ ചെയ്യാൻ പറ്റും, നമ്മുടെ കുടുംബത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ തന്നെ നാം ബൈബിൾ നല്ലവണ്ണം വായിക്കുകയും ദൈവത്തിൽ നിന്നും ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ അടുത്തവരുടെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരോട്, ആവശ്യത്തിലിരിക്കുന്നവരോട് പറയണമെന്ന് അവരെ നാം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു സുവിശേഷീകരണം നടത്തുവാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ, ഇത്രയും വർഷകാലം നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ, നിൻ്റെ ദൈവദാസന്മാരോട് കൂടെ നിന്ന് കേട്ട സാക്ഷികൾ കർത്താവെ, അത് ഞങ്ങൾ കേട്ട് ഞങ്ങളോട് തന്നെ മറഞ്ഞു പോകാതെ ഞങ്ങളത് കർത്താവെ അതിനെ ലോകമെങ്ങും അറിയിക്കുവത്തക്ക ഞങ്ങളുടെ മക്കളോടോ, മരുമക്കളോടോ, കൊച്ചുമക്കളോടോ, അല്ലെങ്കിൽ വരും തലമുറകളോടോ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരോട് അത് പറയുവാനും അത് ഒരു സുവിശേഷീകരണം നടക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ ദൈവമേ നീ അഭിഷേകിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ കുടുംബത്തിലും സുവിശേഷീകരണത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ ശക്തി നീ പകർന്നു കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഇവർ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനും ദൈവമേ ഈ ലോകം വിട്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ അനേകരോടുകൂടെ ചേർന്ന് ഒരു കൂട്ടം ആത്മാക്കളോട് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.